എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹർ പറയുന്നുണ്ട്, ആകെപ്പാട് അബദ്ധമായല്ലോ, ഞാനാണെങ്കിൽ ആരോടും പറയാണ്ടാണ് ഇറങ്ങി വന്നത്. ഞാൻ ഇനി അവിടെ തിരിച്ചു പോകുമ്പോഴേക്കും എൻ്റെ അമ്മാവന്മാരുടെ മക്കളോടും അമ്മാവന്മാരോടും അമ്മായിമാരുടെതൊക്കെ എന്ത് പറയും എന്ന് ചോദിക്കാണ്. മരിയ പറയുന്നുണ്ട്, നിനക്ക് അതോർത്തിട്ടാണോ ടെൻഷൻ? എനിക്കിവിടെ പാസ്പോർട്ട് എവിടെ പോയെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ എന്ന് പറയാണ്. അതിനിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് എടുക്കാമല്ലോ എന്ന് പറയാണ്. അതെടുക്കാടാ, എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് പറയുമ്പോഴേക്കും പക്ഷേ എന്നാലും കുറച്ച് ദിവസം വേണ്ടി വരുമോട് അതിന് എന്ന് പറയുന്നുണ്ട്. എന്തൊരു കഷ്ടം ഇത്. ഇനിയിപ്പോൾ നിൻ്റെ പ്ലാൻ എന്താ? എന്ത് പ്ലാൻ? തിരിച്ചു പോകുക അല്ലാതെ വേറെ എന്താ എന്ന് ചോദിക്കുകയാണ്. എടാ, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എനിക്ക് ദേഷ്യമൊന്നും ഇല്ല മരിയ, ദേഷ്യം കാണിച്ചിട്ട് എന്ത് കാര്യം? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് നിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. പാസ്പോർട്ടും ടിക്കറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് സൂക്ഷിക്കണം. നിനക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ കയ്യിൽ തന്നൂടെയായിരുന്നു. ഞാൻ സൂക്ഷിക്കുമായിരുന്നല്ലോ. ഞാൻ എത്ര പ്രാവശ്യം അമേരിക്കയിലൊക്കെ പോയി വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് സൂക്ഷിക്കാൻ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. മരിയ പണ്ടേടാ, ഞാനും നിന്നെപ്പോൾ തന്നെ ഒരുപാട് പ്രാവശ്യം പുറത്തൊക്കെ പോയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. എടാ, എനിക്കൊരു സംശയം. അതെന്താ? അല്ല, കഴിഞ്ഞ ദിവസം നീ എന്തോ ഒരു സാധനം നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ അമ്മാവൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഇനി അവളെങ്ങാനും അവളൊന്നും ആയിരിക്കില്ല. അവളന്ന് കൈ വീശിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോയത്. അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതെന്താണ് നിനക്ക് അത്ര വിശ്വാസം? ഒരു പാസ്പോർട്ട് ഒരു ടിക്കറ്റ് ഒളിപ്പിക്കാനാണ് ഇത്ര വലിയ കുഴപ്പം? അവർ ചിലപ്പോൾ അവളായിരിക്കും എടുത്തുകൊണ്ട് പോയത് എന്ന് പറയണം. അവളൊന്നും ആയിരിക്കില്ല, നീ അതൊക്കെ വിട്. പുതിയ പാസ്പോർട്ടിനും ടിക്കറ്റിനും ഒന്ന് അപ്ലൈ ചെയ്യുമെന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, ഞാനെന്നാൽ പോട്ടെ. അല്ല, നീ എവിടേക്കാണ് പോണത്? വേറെ എവിടെ? അമ്മാവൻ്റെ വീട്ടിലേക്ക് തന്നെ. ഇനി അവിടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും അവിടേക്ക് തന്നെ. എന്തെങ്കിലും ആവട്ടെ, പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ നമ്മുടെ മനോഹർ. സരിയു ആണെങ്കിൽ ആകെ സന്തോഷിച്ചിരിക്കുകയാണ്. അവനിപ്പോൾ വരും, വെച്ചിട്ടുണ്ട് നിനക്ക്, നീ എന്താ വെച്ചാൽ എന്നെ പറ്റിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ആലോചിക്കുക കേട്ടോ. അതായത് ആ ദിവസം, അത് നമ്മുടെ മരിയയുടെ ഫ്ലാറ്റിലേക്ക് പോയ ദിവസം, അത് ആലോചിക്കുകയാണ് സരി. അന്ന് മനോഹറിൻ്റെ കൂടെ മരിയയുടെ ഫ്ലാറ്റിലേക്ക് പോയപ്പോഴേക്കും മനോഹർ കാണാതെ മരിയയുടെ ആ ബാഗ് അലമാരയിൽ നിന്ന് തുറന്ന് അതിൽ നിന്ന് പാസ്പോർട്ടും ടിക്കറ്റൊക്കെ അടിച്ചു മാറ്റിയത് നമ്മുടെ സരിയുമാണ്. ശരിക്കും മനോഹറിൻ്റെ പാസ്പോർട്ടും ടിക്കറ്റുമാണ് അടിച്ചു മാറ്റാൻ നിന്നത്. പിന്നെ മനോഹറിൻ്റെ മാത്രം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സംശയമാവില്ലേ? അതുകൊണ്ടാണ് സരിയു 2 പേരുടെയും എടുത്തുകൊണ്ട് നടന്ന് പോയത്. ശേഷം വീട്ടിൽ വന്ന് അത് കത്തിച്ച് കളയാണ് ചെയ്തത് സരിയു കേട്ടോ. ആ സമയത്ത് ഷാരി ചോദിച്ചും ചെയ്തു, മോളെ നീ എന്താ മോളെ കത്തിക്കണം ചോദിക്കുമ്പോൾ, എൻ്റെ പാസ്പോർട്ട്. നിൻ്റെ പാസ്പോർട്ടോ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? നിങ്ങൾക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? അല്ലെങ്കിൽ കൊച്ചിനെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുകയാണ്. ശേഷം സരി അതൊക്കെ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാ മോളെ നീ എന്തെന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അത് കൊള്ളാം. ഇത്രയും ദിവസം ഞാൻ എന്താ വിഷമത്തിലിരിക്കണത്, എന്താ വിഷമത്തിലൊന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ സന്തോഷിച്ചപ്പോൾ അതായോ കുറ്റം? അയ്യോ മോളെ, അതുദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല. മോളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ മോള് ചില സമയത്ത് വിഷമിക്കുകയും ചില സമയത്ത് സന്തോഷിക്കുകയും ചെയ്യണ കാണുമ്പോൾ അമ്മക്കൊരു ടെൻഷൻ. അതെ, എനിക്ക് പ്രാന്തൊന്നുമില്ല. നിങ്ങളെന്നെ കൊണ്ട് പ്രാദേശാശുപത്രിയെ കൊണ്ടിട്ട് സെല്ലിലൊന്നും ഇടാതിരുന്നാൽ മതി എന്ന് പറയണം. മോളെ, ഞാൻ അങ്ങനെയൊക്കെ മോളോട് ചെയ്യും, പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ശേഷം നമ്മുടെ സരി അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ മനോഹർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. മനോഹർ വരുമ്പോൾ തന്നെ സരിയുടെ ചിരി വരുവാണ്. മനോഹർ അങ്ങനെ അകത്തേക്ക് വരികയാണ്. മനോഹരത്ത് സരി ചോദിക്കേണ്ട, അല്ല മനുവേട്ട എന്തോ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്നോ, 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂന്നോ, എന്തോ ഭയങ്കര വലിയ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടല്ലേ മനുവേട്ടൻ പോയത്? എന്നിട്ട് എന്ത് പറ്റി മനുവേട്ട പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. അത് മീറ്റിങ്ങിന് ഉള്ള ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി. ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നോ? ഫ്ലൈറ്റ് ക്യാൻസലായെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചൂടെ? എൻ്റെ മോളു അതൊന്നും എന്നോട് ചോദിക്കില്ല. എനിക്ക് ആകെ തല വട്ട് പിടിച്ചിരിക്കുകയാണ്. എന്ത് പറ്റി മനുവേട്ട? എന്താ എൻ്റെ മനുവേട്ടനെ പറ്റിയത്? മോളു, ഞാൻ പറയുന്നത് എനിക്ക് ആകെ വയ്യ, നീ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊരു ചായതാ എന്ന് പറയണം. ശരി എന്ന് പറയുന്നുണ്ട്. ശേഷം സരിയു ചായ എടുക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എടാ നിൻ്റെ അമേരിക്ക പോക്ക് ഞാൻ ക്യാൻസലാക്കി. ഇനി അടുത്തത് നിൻ്റെ മരണമാടോ, അതും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ നടത്തും. അതിനുശേഷം ഞാൻ പോകും ജയിലിലേക്ക്. നീ മരിച്ച് നിൻ്റെ ആത്മാവായിട്ട് നീ പരലോകത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ചായയൊക്കെ ഉണ്ടാക്കും കേട്ടോ സരിയു. ശേഷം മനോഹറിനെ കൊടുക്കുന്നുണ്ട്. മനോഹർ ചോദിക്കണ്ടല്ല, മോളിനെന്താ ഇത്ര ഭയങ്കര സന്തോഷം? എന്തോ വിജയിച്ച പോലത്തെ ഒരു സന്തോഷമാണല്ലോ. എൻ്റെ മനുവേട്ട എനിക്കൊരു സന്തോഷമില്ല. പിന്നെ എൻ്റെ മനുവേട്ടൻ എന്തായാലും തിരിച്ചു വന്നല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എൻ്റെ മോള് കോടിക്കണക്കിന് ബിസിനസ്സാണ് കൈവിട്ട് പോയതെന്ന് പറയുമ്പോൾ, കോടിക്കണക്കിന് രൂപ മനുവേട്ടൻ്റെ അക്കൗണ്ടിലില്ലേ മനുവേട്ടന് അമേരിക്കയിലും അതുപോലെ തന്നെ ജപ്പാനിലും കൊറിയയിലൊക്കെ സ്ഥലമില്ലേ? പിന്നെ എന്തിനാ മനുവേട്ടൻ നമുക്ക് ഇത്രയും പൈസ? അതൊക്കെ എന്തായാലും പോട്ടെ. മോൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. അവൾ അവിടെ മുകളിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ കൊച്ചിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മനോഹർ നേരെ മുകളിലേക്ക് പോവാണ്. കുഞ്ഞിനോട് പറയുന്നുണ്ട്, എൻ്റെ മോളെ എനിക്ക് പോകാൻ പറ്റില്ല മോളെ, എന്താണെന്ന് സംഭവിച്ചെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് ദിവസം കൂടി നിന്നെ കാണാനുള്ള ഭാഗ്യമുണ്ട്, അതാ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ കുഞ്ഞെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാട്ടോ. പ്രകാശൻ അമ്പലത്തിൽ തൊഴാൻ പോയ സമയത്ത് അവിടേക്ക് കാദംബരിയും കാർത്തികയും കല്യാണിയും കൂടി വരുന്നുണ്ട്. അവർക്കറിയാം പ്രകാശൻ അമ്പലത്തിലേക്ക് വരുമെന്ന്. അപ്പോൾ അവർ 3 പേരും കൂടി പ്രകാശനെ കാത്ത് അവിടെ നിൽക്കുകയാണ്. പ്രകാശൻ തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും മക്കളെ കാണുമ്പോൾ പ്രകാശൻ സന്തോഷത്തോടു കൂടി തന്നെ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ കാദംബരി പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പോകരുത് എന്ന് പറയാണ്. കാർത്തിക പറയുന്നുണ്ട് അതെ നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി മക്കളെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? നിങ്ങളെ എന്തൊക്കെയാണ് പറയുന്നത്? പരോളിലിറങ്ങുമ്പോൾ മകനായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല, മകനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവൻ മരിച്ചു എന്ന് കരുതിയാണ് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവസാനം അവൻ പരോളിൽ ഇറങ്ങിയപ്പോൾ നിങ്ങളല്ലേ അവനെ പോയി കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണ്. എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ലേ? ഞാൻ അന്ന് രാഹുലിൻ്റെ വീട്ടിൽ പോയി നിന്നില്ലേ? അതെന്തിനാണ് ഞാൻ രാഹുലിൻ്റെ വീട്ടിൽ പോയി നിന്നത്? അവൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ രാഹുലിൻ്റെ കൂടെ പോയി നിന്നത്. അതുപോലെ തന്നെയാണ് മക്കളെ ഇതും. എനിക്ക് വിക്രമിൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ കൂടെ പോയി നിൽക്കണത്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല മക്കളെ എന്ന് പറയാണ്. അതെ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. ശരിയാ, രാഹുലിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. കിരണിൻ്റെ അച്ഛനും അമ്മയുടെ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് നിങ്ങളാണ്. പക്ഷേ വിക്രത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ എന്ന് കാർത്തികയും കാദംബരിയും പറയണം. അപ്പോൾ പ്രകാശൻ കല്യാണിൻ്റെ അടുത്തേക്ക് പോയി പറയണം മോൾക്ക് എന്നെ വിശ്വാസമില്ലേ? മോളെ സത്യമായിട്ടും അവൻ്റെ നീക്കങ്ങൾ എന്താണെന്ന് അറിയാനും അവൻ ആരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനും അവൻ എന്താണ് അവൻ്റെ ഉദ്ദേശം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അത് അവൻ്റെ കൂടെ കൂടിയത്. പിന്നെ മോൾക്കൊരു കാര്യം അറിയാവോ? അവൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? കാർത്തിക മോളെ അവൻ വേദന അറിയിപ്പിക്കാതെ കൊല്ലും, പക്ഷെ കല്യാണി മോളെ വേദന അറിയിപ്പിച്ച് കൊല്ലുമെന്ന്. അപ്പോൾ അവൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ്റെ കൂടെ വേറെ ആരും ഉണ്ട്, അതിനെ വേണ്ടിയിട്ടാണ് മോളെ ഞാൻ അവൻ്റെ കൂടെ കൂടിയത്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല എന്ന് പറയാണ്. ശേഷം അവർ 3 പേര് വിശ്വസിക്കാത്ത പോലെ പോകുന്നുണ്ടെങ്കിലും കല്യാണിക്ക് പ്രകാശനൊരു വിശ്വാസം കേട്ടോ. പ്രകാശനാകെ വിഷമമാണ്, തന്നെ മക്കൾ തന്നെ തെറ്റിദ്ധരിച്ചല്ലോ, എന്നാലും കുഴപ്പമില്ല മക്കളുടെ ജീവൻ്റെ ആയുസ്സിന് വേണ്ടിയിട്ടല്ലേ എന്ന് പ്രകാശനും വിചാരിക്കുകയാണ്. ശേഷം നമ്മുടെ അമ്മുമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. പ്രകാശനാണ് വിക്രത്തിനെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നുള്ള സത്യങ്ങളൊക്കെ നമ്മുടെ അമ്മുമ്മ അറിയാണ്. അമ്മുമ്മ ആ ദേഷ്യത്തിൽ പ്രകാശനെയും അതുപോലെ തന്നെ വിക്രത്തിനെയും കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകാട്ടോ. ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോവാണ്. അവിടെ പോകുമ്പോൾ പ്രകാശനും വിക്രമും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പ്രകാശനോടും വിക്രത്തോടും പറയുന്നുണ്ട് എടാ പ്രകാശ നീ നന്നായി എന്നൊക്കെ എന്നോട് പറഞ്ഞു, പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ ഏറെ കുറേയൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു. നീ ചതിച്ചല്ലോടാ. എടാ നീ എന്നെ വേണമെങ്കിൽ ചതിച്ചോയിരുന്നു, പക്ഷെ നിൻ്റെ പെമ്മക്കൾ അതിലെ കല്യാണി മോള് എടാ നിന്നെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയതല്ലേടാ അവൾ, എന്തിനാടാ നീ അവളെ ചതിച്ചത് എന്നൊക്കെ പറയുമ്പോൾ പ്രകാശനം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് അതെ ഇത് എൻ്റെ അച്ഛനാണ്, എന്നെ മാത്രം സ്നേഹിക്കാനേ ഈ ആൾക്ക് പറ്റുള്ളൂ. നിങ്ങളുടെ കിളവി നിങ്ങളുടെ സ്വഭാവം ആകെ മാറി. നിങ്ങൾക്ക് കുറച്ച് പണം അവർ എറിഞ്ഞു തന്നപ്പോഴേക്കും നിങ്ങൾ അവരുടെ കൂടെ ഓടിപ്പോയി. ഇത്രയും നാൾ നിങ്ങൾ നോക്കി വളർത്തത് എന്നെയായിരുന്നു. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്നെ വേണ്ട. എൻ്റെ കയ്യിൽ പണമില്ലല്ലോ. കാർത്തികയുടെ കയ്യിലും കല്യാണിയുടെ കയ്യിലും അവരുടെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലൊക്കെ ഒരുപാട് സ്വത്തുണ്ട്, പണമുണ്ട്. അതുകൊണ്ടിട്ടാണ് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയത്, അല്ലാതെ അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നില്ലെന്ന് കിളവി എനിക്ക് നന്നായിട്ട് അറിയാം. എടാ വിക്രം നീ അനാവശ്യം പറഞ്ഞത്. നിൻ്റെ അച്ഛൻ്റെ കാല് തല്ലൊടിച്ചത് നീ കണ്ടില്ലേ? അതുപോലെ തന്നെ നിൻ്റെ കാല് ഞാൻ തല്ലൊടിക്കില്ല, നിൻ്റെ തല അടുത്ത് വെട്ടി കളയും ഞാൻ എന്ന് അമ്മമ്മ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അതെ നിങ്ങളെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ തല വെട്ടാൻ വരുമ്പോഴേ ഞാൻ നിന്ന് തരാമെന്നാണ് നിങ്ങൾ വിചാരിച്ചേക്കണം. നിങ്ങളൊന്ന് പോകിളവി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മമ്മനെ പിടിച്ചിങ്ങനെ ഒറ്റ തള്ളു കേട്ടോ. ആ തള്ളുമ്പോൾ തന്നെ അമ്മമ്മ നേരെ തെറിച്ച് പ്രകാശിൻ്റെ മേത്തേക്ക് വീഴാനായിട്ട് വിക്രം പറയുന്നുണ്ട് നോക്ക്, നിങ്ങൾ എനിക്കെതിരെ എങ്ങാനും വരാനാണ് കിളവി നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ആയുസ് അടുത്തിരിക്കണം. നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ആയുസ് ഞാൻ അങ്ങോട്ട് പറിച്ചെടുക്കും. നിങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടാൻ പോണത് ഞാനായിരിക്കും. കല്യാണിക്കും കാർത്തികൾക്ക് മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് പരലോകത്തേക്ക് പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മനെ ഭീഷണിപ്പെടുത്തുന്ന ഭാഗത്തോടെ ആട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.